നാളെയുടെ നന്മയ്ക്കായി പുതിയൊരു പുൻതൂവൽ കൂടി. ഹഫീസ് പെരിയെടുക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളെ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം തന്നെ രണ്ടാളും സർപ്രൈസ്. അല്ലെങ്കിൽ ഞാൻ വീടുണ്ടായി, ഞങ്ങളെ പേരിൽ തന്നെ ഉണ്ടായിനെ. ആസിപ്പോ ഞാൻ ഇന്നലെ ചട്ടഞ്ചാല ഉണ്ടായത്, ആടെ ഉണ്ടായ. അപ്പോൾ ഓറിങ്ങനെ പ്ലാൻ ആക്കിയിട്ട് എന്നെ വിളിച്ച്. അങ്ങനെ ഞാൻ അവിടെ പോയി. ഒരു 12 മണിയാകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സർപ്രൈസ് ആയിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അങ്ങനത്തെ കഥ. അങ്ങനെ ഞാൻ നോർമൽ ഉറങ്ങുന്ന വീട്ടിൽ കുറച്ച് ഉറങ്ങിനാണ്. എന്തായാലും സർപ്രൈസ് ആക്കുമെന്ന് ഞാൻ. സർപ്രൈസ് അല്ലെങ്കിൽ നോർമൽ കേക്ക് മുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും രാത്രി കൊണ്ടുവരും എന്നുള്ളതിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിനെ. അപ്പോൾ ഞാൻ ആ ഒരു ലെവലിൽ പിന്നെ ഞാൻ കിടന്നിനെ. ഓർ വിളിക്കുമെന്ന് തോന്നുന്നുള്ളതിലുണ്ടായി. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് ഹിംസി രാത്രി ഒരു 12 മണിയാകുമ്പോൾ അത് ഹിംസയിൽ നമുക്ക് നൂറാനടുക്ക് പോവാം. നമുക്ക് നൂറാനടുക്ക് പോയിട്ട് ആസിഫിന് സർപ്രൈസ് കൊടുക്കുന്നല്ലോ നോക്കാന്നുള്ള ലെവലിൽ എന്നെ വിളിച്ചോണ്ട് പോയി. ഓരോട് മുമ്പേ നമുക്ക് സർപ്രൈസ് നൂറ പ്ലാൻ ആക്കിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞല്ലേ. അപ്പോ അങ്ങനെ നോക്കാം. ഇത് എന്തെങ്കിലും കഴിഞ്ഞിട്ടില്ല, നമുക്ക് കുറേ ചെറുനാട്ടി നല്ലത് ആ വീഡിയോ കാണാല്ലേ. അപ്പൊ ഗൈസ്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ബാ. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായതല്ലേ നല്ലത്. കണ്ടല്ലോ ഭർത്തന്റെ ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ നമുക്ക് എന്താ നാളെ പോവാ. നാളല്ലേ ഇപ്പൊ പോയല്ലേ, പോയിട്ട് വരാം. ആസിപ്പൊക്കെ സർപ്രൈസ് വെക്കുന്നല്ലേ, നമുക്ക് നോക്കിട്ട് വരാല്ലേ. ബാ വീഡിയോ
ജസ്റ്റ് പയ്യന് പറഞ്ഞാലാ എന്ത് എടുത്ത് പോകാൻ എല്ലാം പോയി എല്ലാം പോയി അത് കൊണ്ടുപോവാ പിന്നെ നമ്മളെ സർപ്രൈസ് വീഡിയോ എല്ലാം കണ്ടില്ലേ? ഇത് ഞങ്ങൾ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായാണ് ഞങ്ങൾ എന്തായാലും ബർത്ത്ഡേക്ക് നമ്മ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. അപ്പോൾ ഞങ്ങളൊരു സൈഡ് റോഡിലാകും ഞങ്ങളുടെ അടുത്തെല്ലാം ഫുള്ള് കുണ്ടും കുയ്യല്ലേ, അപ്പോൾ അത് സെറ്റ് ആക്കാൻ വേണ്ടി എന്തായാലും നമ്മളെ റോഡ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ 2 മാസത്തിൽ റെഡി ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് വെള്ളമെല്ലാം മയാന്നിട്ട് ഫുൾ റോഡെല്ലാം കുറച്ച് ഇതായിട്ടുണ്ട്, കാണിക്കാം. റോഡിൽ കുറച്ച് ഇങ്ങനത്തെ കുണ്ടും കുയ്യലും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കുറച്ച് മണ്ണിട്ടിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ സാമൂഹ്യ പ്രവർത്തനം. ഓക്കെ, നാളെ ഇവിടെ നന്മയ്ക്കായി പുതിയൊരു പൊൻതോൽ കൂടി. ഹഫീസ് പെരിയെടുക്കുക. നന്മയുള്ള ലോകമേ ഇത് കാണുക. അവൻ അധ്വാനത്തിൻ്റെ നെറുകുടമാണ്. നെറുകുടം തുളുമ്പിയിട്ട് ഇരുന്നിട്ടുണ്ട്, തുളുമ്പുന്നുണ്ട്. മണ്ണിട്ട് ഇത്ര ദൂരത്താണ്ടാ മതി. റോഡിന്റെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ട് ക്ഷീണായിട്ട് ഇപ്പൊ കുളിക്കാൻ പോകുന്നുണ്ട് ഉജ്ജർ കുളത്തിൽ. ഉജ്ജുറ് കൊള ഒരു ബത്തക്ക ഭയങ്കര തിന്നു പറഞ്ഞ ഫസ്റ്റ്. നല്ല പൗത്ത ബത്തക്ക. പൗത്തതാ പച്ച എന്ത് പൗക്കാന്ന് മാങ്ങയാ? പഠിക്കൂട്ട് മകനേ ഒരു സര. ഇത് കല്ലിന്റെ മക്കൾ. നമ്മ ഊര് പെരിയെടുക്ക. അത് നമുക്ക് മാത്രം കിട്ടിയിട്ട് വത്തക്ക.
ഭത്തൊക്കെ തിന്നല്ല തണുത്ത് വരാം സുഖം എന്തിന് തണുപ്പിക്കാൻ പോന്നാ കുളിക്കാൻ പോണ്ടേന്ന് ഫൈനലി നമ്മൾക്ക് എത്തിയിരിക്കുകയാണ് ഉജ്ജറ കുള അതൊരു പറയുന്നുണ്ടല്ലോ ഉജ്ജറ കുള നീന്താറിയില്ല അപ്പ വീട് എന്നെ കുളിക്കുന്നേ ബജോ വീട് എന്നെ കുളിച്ചോപ്പാ ആരാ കുളിക്കുന്നേ വീട് എന്നെ കുളിച്ചോ നിറഞ്ഞ പാതിരകൾ നിറഞ്ഞ മാതി ദിസ് ഈസ് ഉജ്ജർ വാ 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 ബാസുക്ക് നീന്താറിയില്ല മോളെ നീന്തേ ബാസു നീന്തിരേ അത് ഇപ്പൊ ഒരു കുണ്ടിലൊക്കെ ഒരു പോക്കം അങ്ങനെ പോയി അപ്പേ പേടിക്കാതെ കേട്ടോ ആർക്ക് നീന്താറില്ല എന്ത് പഠിക്കണ്ട ആ തുള്ളും പോയോന്ന് വന്ന് കുത്തുകുളിറാ നീന്തേ മുങ്ങേ ഒറ്റ മുങ്ങിരടിക്കേ അയ്യവാ പാപഷാ പോലെ പോയി വെള്ളം കൊണ്ടുവന്നേ ഞാൻ ആപ്പക്കാരില്ല അങ്കുല്ലേ ആപ്പ നീന്താൻ പഠിപ്പിക്കാനറിയാം വീഡിയോ എടുക്കുന്നുണ്ടായിട്ടാലോ ഇങ്ങനാട്ടെ ഇങ്ങനെയാണ് നീന്തുന്നത് ഇങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങനെ ആട്ടെ നീന്താറിയുന്നു അസുഖ് പഠിച്ചേ പാന്റ് കൊണ്ടുണ്ട് ഉജുർക്കുളം എന്ന മനോഹരമായ ഗ്രാമം അല്ല കുളം റബില ഒരു മാസം തന്നെ അങ്കില്ല മൊയിലൂത്തൊന്ന് കുറയ്ക്ക മാസം കഴിഞ്ഞ് സോപ്പ് കിട്ടിയാ തുള്ളി ഇട്ടാ അതാളെ കൊണ്ടുണ്ട് കുട്ടികളുടെ തുള്ളു നോക്കിയാ
എനിക്ക് താ സോപ്പ് താ ഞാൻ അത് കുഞ്ഞു അങ്ങനെ പുളിയെല്ലാം കഴിഞ്ഞ് ഓക്കെ ഗൈസ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.